ലോകത്തെ 4 പ്രധാനപ്പെട്ട ശക്തികളാണ് ഇന്ത്യ, അമേരിക്ക, ചൈന, റഷ്യ. അതിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്. സൈനിക ശക്തി കൊണ്ടും എക്കണോമി കൊണ്ടും വളരെ പവർഫുൾ ആണ്. രണ്ടാം സ്ഥാനം നമുക്ക് ചൈനയ്ക്ക് കൊടുക്കാം. കാരണം ചൈന സൈനിക ശക്തിയോടൊപ്പം തന്നെ എക്കണോമിക് പവറും കൂടിയാണ്. മൂന്നാം സ്ഥാനം റഷ്യയാണ്. ചൈനയേക്കാൾ മിലിറ്ററി പരമായിട്ട് സ്ട്രോങ് ആണെങ്കിലും എക്കണോമിക്കലി ചൈനയേക്കാൾ വളരെ പുറകിലാണ്. സോ അതുകൊണ്ട് മൂന്നാമത് റഷ്യയാണ്. ഇനി നാലാമതുള്ള നമ്മൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ അത്രയോ അല്ലെങ്കിൽ അമേരിക്കയുടെ അത്രയോ വലിയ സൈനിക ശക്തിയല്ല. ചൈനയുടെ അത്ര മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല എങ്കിലും ഇന്ത്യ മിലിറ്ററി സ്ട്രെങ്തിൽ ചൈനയേക്കാൾ ഒട്ടും മോശമല്ല. എക്കണോമി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ GDP നമ്മൾ റഷ്യയേക്കാൾ മുന്നിലാണ്. പെർ ക്യാപിറ്റയിൽ നമ്മൾ റഷ്യയുടെ അത്രയല്ല. ഇനി ടോട്ടൽ GDP ചൈനയും അമേരിക്കയും ഇന്ത്യയേക്കാൾ വളരെ മുന്നിലാണ്. ഇന്ത്യയുടെ പല മടങ്ങ് മുന്നിലാണെന്ന് തന്നെ പറയേണ്ടി വരും. വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന 4 പ്രധാന ശക്തികളായിട്ട് നമുക്ക് ഈ രാജ്യങ്ങളെ കാണാം. ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയേക്കാൾ വളരെ പവർഫുൾ ആണ് അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും റഷ്യയും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ റഷ്യ വളരെ വലുതാണ്. തന്ത്രപ്രധാനമായ ഒരുപാട് പ്രദേശങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. സമുദ്രങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ട്. അമേരിക്ക വളരെ വലുതാണ്. തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും അമേരിക്കയുടെ കയ്യിലാണ്. അതുപോലെ തന്നെയാണ് ചൈനയും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഈ 3 രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജിയോഗ്രഫിക്കലി ഒരു സ്ട്രോങ് പൊസിഷനിലല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ അമേരിക്കയും ചൈനയും റഷ്യയും പോലെ തന്നെ ജിയോഗ്രഫിക്കലി ഇന്ത്യ വലിയൊരു ശക്തിയായിട്ട് മാറും, ഒരു പവർഫുൾ ശക്തിയായിട്ട് മാറും. ഒരു പക്ഷേ ഇന്നുള്ളതിനേക്കാൾ പല മടങ്ങ് ശക്തമായിട്ട് വളരാൻ നമുക്ക് അത് സഹായകരവുമാകും. ഏതൊക്കെയാണ് ആ 3 പ്രദേശങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യക്കകത്ത് ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവര് ഈ ഒരു പ്രദേശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചതും സ്വാഭാവികമായിട്ടല്ല. ഒരുപക്ഷെ വലിയ ഉദ്ദേശങ്ങൾ ഇന്ത്യക്ക് അതിന്റെ പുറകിൽ ഉണ്ടാകാം. ഒന്നാമത്തെ സ്ഥലം പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സിന്ധ് പ്രവിശ്യ. രണ്ടാമത്തെ സ്ഥലം ഇന്ത്യയുടേതാണ്, പക്ഷെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്. പാക് അധീന കാശ്മീർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ സ്ഥലം ഇന്ത്യയുടേതാകേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോ ദൗർഭാഗ്യവശാൽ ബംഗ്ലാദേശിന്റേതാണ്. നേരത്തെ ചിറ്റഗോങ് പ്രോവിനൻസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചിറ്റോഗ്രാം എന്ന് ഇന്ന് ബംഗ്ലാദേശ് പേരിട്ടിരിക്കുന്ന ആ ഒരു എൻറ്റയർ റീജിയൻ, ഈ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ എന്ത് വ്യത്യാസമുണ്ടാകും? എങ്ങനെ, ഏത് സാഹചര്യത്തിൽ ഈ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടേതായിട്ട് മാറാൻ സാധ്യതയുണ്ട്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ 3 പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ആദ്യം നോക്കാം. പാകിസ്ഥാന്റെ സിന്ധ് സംസ്ഥാനം എന്ന് പറയുന്നത് കറാച്ചി എന്ന് പറയുന്ന മേജർ സിറ്റി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. കറാച്ചി പോർട്ട് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ പോർട്ടുകളുള്ള ഒരു പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ഒരു കേന്ദ്രം തന്നെയാണ്. പാകിസ്ഥാന്റെ എക്കണോമിക് ഹേർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമായാൽ കറാച്ചി പോർട്ട് കാസിം എന്നിങ്ങനെയുള്ള 2 പ്രധാന പോർട്ടുകൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. ഇത് 2 പ്രധാനപ്പെട്ട ഡീപ്പ് വാട്ടർ പോർട്ടാണ്. സൗത്ത് ഏഷ്യയിൽ തന്നെയുള്ള 2 പ്രധാനപ്പെട്ട പോർട്ടുകളാണ്. ഇതോടൊപ്പം ഇൻഡസ് റിവർ എന്ന് പറയുന്ന നമ്മുടെ ചരിത്രപരമായിട്ട് ഇന്ത്യയുടെ സംസ്കാരങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്ന ഇൻഡസ് റിവർ നമ്മുടെ ഭാഗമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഇൻഡസ് റിവറിന്റെ ലോവർ ഭാഗം നമ്മുടെ ഭാഗമായിട്ട് മാറും. ഇതിലൂടെ വളരെ വിശാലമായ ഒരു അഗ്രികൾച്ചർ ഏരിയ കൂടി ഇന്ത്യയുടെ സ്വന്തമായിട്ട് മാറും. അറേബ്യൻ സീയില് ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം കൈവരും. കാരണം സിന്ധ് പ്രവിശ്യ അറേബ്യൻ സീക്ക് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. നോർത്തുമായിട്ടും വെസ്റ്റ് ഇന്ത്യയുമായിട്ടും നമ്മൾ കൂടുതൽ ക്ലോസ് ആയിട്ട് വരും. അതോടൊപ്പം തന്നെ മേജർ ആയിട്ടുള്ള എനർജി ഇമ്പോർട്ട് ടെർമിനൽസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. ബലൂചിസ്ഥാനുമായിട്ട് നമുക്ക് അതിർത്തി വരും. ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ അകലം കുറയും. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ അകലം കുറയും. നമ്മൾ കുറെ കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ പവറായിട്ട് ഈ ഒരു റീജിയണിൽ മാറും. അറേബ്യൻ സീയില് ഇന്ത്യയുടെ ഒരു സർവാധിപത്യം എന്ന് പറയാവുന്ന വിധത്തിൽ ഇന്ത്യക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ ട്രേഡ് കപ്പാസിറ്റി പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായിട്ട് നമുക്ക് കറാച്ചി പോർട്ടിനെ മാറ്റാൻ പറ്റും. ഒരുപക്ഷെ മുംബൈയിലുള്ള പോർട്ടിനേക്കാൾ പ്രാധാന്യമുള്ള പോർട്ടാക്കി നമുക്ക് കറാച്ചി പോർട്ടിനെ മാറ്റാനും കഴിയും. അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരൊറ്റ റീജിയൺ ഇന്ത്യയുടെ ഭാഗത്തായാൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ചിറ്റഗോങ് റീജിയൺ അല്ലെങ്കിൽ ചിറ്റോഗ്രാം എന്നവർ വിളിക്കുന്ന ചിറ്റഗോൺ എൻറ്റയർ ആ ഒരു റീജിയൺ. നമ്മുടെ മിസോറാം ഉൾപ്പെടെയുള്ള നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർക്കൊന്നും തന്നെ സമുദ്രമായിട്ട് അതിർത്തിയില്ല.
അവർക്ക് അവരുടെ ആ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ചരക്ക് നീക്കം നടത്തണമെങ്കിൽ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു നാരോ കോറിഡോറിലൂടെ വേണം നമുക്ക് പോകാൻ. വേറെ ഒരു വഴിയുമില്ല. ഒരു വശത്ത് ബംഗ്ലാദേശ്, മറുഭാഗത്ത് മ്യാൻമാർ കിടക്കുന്നു, പിന്നെ അങ്ങേ അപ്പുറത്തേക്ക് ചൈന കിടക്കുന്നു. ഇതിന്റെ ഇടയിൽ ആകെ വീർപ്പ് മുട്ടുകയാണ് നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. അവർക്ക് ചിറ്റഗോങ് റീജിയൺ ഇന്ത്യയുടെ ഭാഗമാവുന്നതോടെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് നേരിട്ട് ആക്സസ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റയർ റീജിയൻ വേറെ ലെവൽ ഡെവലപ്മെന്റിലേക്ക് പോകുമെന്നാണ് അതിന്റെ അർത്ഥം. വേറെ ലെവൽ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര വികസനം ആ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന റീജിയണിൽ നടക്കും. വലിയ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റുകളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. ദൗർഭാഗ്യവശാൽ സമുദ്രത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവിടെ മെല്ലെ മാത്രം വികസനം സാധ്യമാവുന്നത്. അപ്പോൾ ചിറ്റഗോങ് റീജിയൺ ഇന്ത്യയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റീജിയൻ ഓൾറെഡി വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു റീജിയനാണ്. കാരണം അവിടെ നമുക്ക് മികച്ച ഒരു പോർട്ട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് വളരെ മേജർ ആയിട്ടുള്ള ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് നമുക്ക് കിട്ടുകയാണ്, ഈസ്റ്റേൺ ഇന്ത്യക്ക് കിട്ടുകയാണ്. അത് മാത്രമല്ല ത്രിപുര, മിസോറാം, അസം പോലെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സീയിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് വളരെ കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ അതിലൂടെ സാധിക്കുകയാണ്. മ്യാൻമാറുമായും തായ്ലൻഡുമായും ഒക്കെ നമുക്കുള്ള കണക്ഷൻ വർദ്ധിക്കുകയാണ്. കാരണം ചിറ്റഗോങ് എന്ന് പറയുന്നത് മ്യാൻമാറുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല ബംഗാൾ ഉൾക്കടലിൽ വളരെയധികം തീരമുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശം കിട്ടുന്നതോടുകൂടി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന പോളിസിക്ക് വലിയൊരു ബൂസ്റ്റ് ആയിട്ട് അത് മാറും. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് മാറുകയും ഡയറക്റ്റ് ഗ്ലോബൽ ട്രേഡിലേക്ക് ആക്സസ് കിട്ടുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ചിറ്റഗോങ് റീജിയൺ ഇന്ത്യയുടെ ഭാഗമായാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇനി പാക് അധീന കാശ്മീർ, നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് തവണ ഓൾറെഡി സംസാരിച്ചതാണ്. പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു റീജിയനാണത്. കാരണം ഈ ഒരു റീജിയൻ നമ്മുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ഡയറക്റ്റ് നമുക്ക് ചരക്ക് നീക്കത്തിന് ഒരു പുതിയ വഴി തുറന്നു കിട്ടുകയാണ്. കാരണം നമുക്ക് അവിടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ചെറിയ അതിർത്തിയുണ്ട്. ആ അതിർത്തി കിടന്നാൽ പിന്നെ താജിക്കിസ്ഥാനായി, ഉസ്ബെക്കിസ്ഥാനായി, കസാക്കിസ്ഥാനായി, കിർഗിസ്ഥാനായി, അങ്ങനെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായും വിശേഷിച്ച് റഷ്യ ഉൾപ്പെടെ, നമ്മുടെ സുഹൃത്തായ റഷ്യയിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് ട്രേഡ് നടത്താൻ ഈ ഒരു റീജിയൻ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വലുതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഇന്ത്യക്ക് കിട്ടാതിരിക്കാൻ പല ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ കാശ്മീരിന്റെ ഓൾമോസ്റ്റ് അക്സായിച്ചിന് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സിയാച്ചിൻ, കാരക്കോണം ആക്സസ് പൂർണ്ണമായിട്ടും ആ ഒരു റീജിയൻ കൺട്രോൾ നമ്മുടെ കയ്യിൽ വരും. അതോടൊപ്പം തന്നെ ചൈനയുടെ ഒരു വലിയ സ്വപ്നത്തെ നമുക്ക് ഇവിടെ നിർത്താനും പറ്റും. എന്ന് വെച്ചാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും പാക് അധീന കാശ്മീർ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതോടെ. ഇത്രയും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിലൂടെ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്ര മടങ്ങ് വർദ്ധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആകെ മൊത്തം നമ്മളൊന്ന് ഈ ഒരു വിഷയത്തെ വിലയിരുത്തിയാൽ എന്ത് ഇമ്പാക്ട് ഈ കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് പവർ മാസീവ്ലി ഇൻക്രീസ് ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കറാച്ചി, ചിറ്റഗോങ് പോലെയുള്ള വേൾഡ് ക്ലാസ് പോർട്ടുകൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരും. ട്രേഡ് റൂട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറും സൗത്ത് ഏഷ്യയിലേക്ക്. ഇൻഡസ് റിവറിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലേക്ക് പൂർണ്ണമായിട്ട് വന്നു ചേരും. വെസ്റ്റേൺ ഫ്രണ്ട് വളരെയധികം സെക്യൂർ ആവും. എന്ന് വെച്ചാൽ സിന്ധ് റീജിയൻ കിട്ടുന്നതോടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ട് വളരെ സെക്യൂർ ആവും. നോർത്തേൺ ഫ്രണ്ട് സെൻട്രൽ ഏഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യും. പാക് അധീന കാശ്മീരിലൂടെ സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ ഫ്രണ്ട് നമുക്ക് വലിയൊരു ഹബ്ബായിട്ട്, ചിറ്റഗോങ് റീജിയൻ ഒരു വലിയ ഹബ്ബായിട്ട് മാറ്റാനും സാധിക്കും. ഇതിലൂടെ കംപ്ലീറ്റ് ആയിട്ട് അറേബ്യൻ സീയിൽ ഒരു ഡോമിനൻസ് നമുക്ക് കൈവരും. നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഫുൾ കൺട്രോൾ നമുക്ക് കയ്യിൽ വരും. അതോടൊപ്പം തന്നെ സിൽക്ക് റൂട്ട് കോറിഡോറിൽ നമുക്ക് ആക്സസ് കിട്ടും. ലാൻഡ് റൂട്ട് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും ലാൻഡ് റൂട്ട് കിട്ടും. ഇതിലൂടെ ഇന്ത്യ, USA, ചൈന, റഷ്യ എന്നീ 3 രാജ്യങ്ങൾ മാത്രമുള്ള ലീഗിലേക്ക് ഇന്ത്യയും എത്തും. എന്ന് വെച്ചാൽ ജിയോ സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന 3 രാജ്യങ്ങളാണ് USA, ചൈന, റഷ്യ. ഈ ഗ്രൂപ്പിലേക്ക് ഈ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുന്നതോടെ ഇന്ത്യയും എത്തുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം പവർ ഇന്ത്യക്ക് വർദ്ധിക്കും. അത് എക്കണോമിക്കലിയും മിലിറ്ററി പരമായിട്ട് സ്ട്രാറ്റജിക്കലി ഭയങ്കരമായൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിലൂടെ ഇന്ത്യക്ക് കൈവരുന്നത്. ഇതിലൂടെ ഇന്ത്യ വേൾഡിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ജിയോ എക്കണോമിക് കൺട്രീസിൽ ഒന്നായിട്ട് മാറും. ഒരു കോണ്ടിനെന്റൽ പവറായിട്ട് മാറും. സ്ട്രാറ്റജിക്കലി വളരെയധികം കൂടുതൽ സെക്യൂർ ആവും. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏഷ്യയും സൗത്ത് ഏഷ്യയുമായിട്ട് ഡയറക്ട്ലി
കണക്ട് ചെയ്യുന്ന രാജ്യമായിട്ട് മാറും. സോ ഇതാണ് ഇതിലൂടെ ഇന്ത്യക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമാണോ? ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം. 3 പ്രദേശങ്ങൾ അതിലൊന്ന് ഇന്ത്യയുടേതാണ്. എന്നാൽ പോലും ഇത് പിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്തനെ. സോ ഈ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടേതാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധിക്കില്ല. നമുക്കൊരിക്കലും ഇവരെ പോയിട്ട് ആക്രമിക്കാൻ പറ്റില്ല. നമ്മൾ ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനായിട്ട് ഇപ്പോൾ UN അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ ലോകത്തുണ്ട്. ആക്രമിച്ച് പിടിച്ചെടുക്കാനാണെങ്കിൽ പണ്ടും നമുക്ക് ശ്രമിക്കാമായിരുന്നു. സോ അത് സാധ്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. റഷ്യയുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്? സ്വാഭാവികമായിട്ട് ഇന്റേണൽ സിവിൽ വാർ എന്ന് പറയുന്നതാണ് ഒരു ഓപ്ഷൻ. രാജ്യത്തിനകത്ത് ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ പോസിബിലിറ്റീസ് കൂടും. എക്കണോമിക് കൊളാപ്സ് സംഭവിക്കുകയാണെങ്കിൽ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പുകളുടെ പെട്ടെന്നുള്ള ഒരു വല്ലാത്ത വൈകാരികമായ വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഭയങ്കരമായ ഇപ്പോൾ ബംഗ്ലാദേശിൽ 1970കളിലും 71ലും നമ്മൾ കണ്ടതുപോലെ പോരാട്ടത്തിന് ഇറങ്ങുകയും ആ പോരാട്ടത്തിൽ ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്താൽ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വേണമെങ്കിൽ ഇടപെടാവുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും. അല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറി ആക്രമിച്ച് ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിബിലിറ്റീസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ഇനി എത്ര പവറുള്ള രാജ്യമാണെന്ന് പറഞ്ഞാലും ഇത് എളുപ്പമല്ല. ആയിരുന്നെങ്കിൽ കാനഡയെ അമേരിക്ക പിടിച്ചെടുത്തനെ. സോ അതത്ര എളുപ്പമല്ല. ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തനെ. അപ്പോൾ ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്ന കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുന്നു. ബംഗ്ലാദേശ് വിഘടിക്കുകയാണ്, വീണ്ടും സംഘർഷത്തിലൂടെ വിഘടിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ചിറ്റഗോങ് ഒരു സ്വതന്ത്ര പ്രവിശ്യയായിട്ട് മാറാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ, ജനങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ സഹായം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ, സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൽ ഇൻവോൾവ് ആയിട്ട് പതിയെ വേണമെങ്കിൽ പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതുപോലെ വേണമെങ്കിൽ സ്റ്റെപ്പായിട്ട് പല നിബന്ധനകൾ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചിറ്റഗോങ്ങിനെ ഒരു പക്ഷേ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയേക്കാൻ സാധിക്കും. ഇതേ പോസിബിലിറ്റി തന്നെയാണ് സിന്ധിന്റെ കാര്യത്തിലുള്ളത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു സിവിൽ വാർ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ബലൂജും സിന്ധും ഒക്കെ സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ആ സമയത്ത് ആ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ സിന്ധിനെയും ആദ്യം അവർക്കൊരു സുരക്ഷ കൊടുക്കുന്ന രാജ്യമായിട്ട് നിന്നുകൊണ്ട് പതിയെ വേണമെങ്കിൽ നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചേക്കാം. പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിലും ഇതേ മാർഗമാണ് സ്വാഭാവികമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ അനാവശ്യമായിട്ടുണ്ടാവുന്ന ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. എന്നാൽ പോലും നമ്മളൊരു യുദ്ധത്തിന് നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു വഴികളും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കാം. അപ്പോഴും ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം വലിയ പ്രദേശങ്ങളാണിത്. ഉദാഹരണത്തിന് സിന്ധ് പ്രോവിനൻസിന്റെ കാര്യം എടുത്താൽ ഏകദേശം 1,40,914 കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ ചിറ്റഗോങ് ആണെങ്കിൽ അത്രത്തോളം ഇല്ല, 34,530 കിലോമീറ്റർ സ്ക്വയർ ആണ്. ശരിക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി കമ്പാരിറ്റീവ്ലി ചിറ്റഗോങ് ആണ്. കാരണം നമ്മൾ ഇവർ ഈ ചിക്കൻ നെക്ക് കോറിഡോറിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, അത്ര തന്നെ വീതിയേ ഉള്ളൂ ഈ ഇന്ത്യക്കും നമ്മുടെ ബംഗ്ലാദേശിനും ഇടയിൽ വരുന്ന ചിറ്റഗോങ് ഭാഗത്തിനും. ഇന്ത്യൻ സൈന്യം വിചാരിച്ചാൽ വേണമെങ്കിൽ ചിറ്റഗോങ്ങിനെയൊക്കെ പുഷ്പം പോലെ റാഞ്ചാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ കാരണം. അത്രേ ഉള്ളൂ. പാക് അധീന കാശ്മീർ ആണെങ്കിൽ എല്ലാം കൂടെ ഏകദേശം 85,800 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുണ്ട്. അതായത് പാകിസ്ഥാൻ വിളിക്കുന്ന ആസാദ് കാശ്മീരും പിന്നീട് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ. അപ്പൊ അതിൽ തന്നെ ഈ സിന്ധ് പ്രവിശ്യയിൽ ഏകദേശം 5.5 കോടിയും ചിറ്റഗോങ് ഡിവിഷനിൽ ഏതാണ്ട് 3.25 കോടിയും ജനങ്ങളുണ്ട്. പോപ്പുലേഷൻ താരതമ്യേന കുറവ് പാക് അധീന കാശ്മീരിലാണ്. അവിടെ എല്ലാം കൂടെ ഒരു 55 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ. സോ ഇതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ ഇത് സാധ്യമായാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാധ്യമായി കഴിഞ്ഞാൽ അത് ഇന്ത്യയെ വേറെ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റും. നമുക്കിപ്പോൾ മുഴുവൻ ശ്രീലങ്കയോ അല്ലെങ്കിൽ മുഴുവൻ നേപ്പാളോ കിട്ടിയാൽ ഉണ്ടാകാത്ത ബെനിഫിറ്റ് സിന്ധ് പ്രവിശ്യയും ചിറ്റഗോങ് പ്രവിശ്യയും ഈ പാക് അധീന കാശ്മീരും കിട്ടിയാൽ ഉണ്ടാവും. അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. കാരണം അത്രയും ഇന്ത്യയെ പവർഫുൾ ആക്കിയത് മാറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊന്നും അത്ര എളുപ്പമല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.